കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഖുറാനിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളുമൊക്കെ നടന്നത് ആരും മറന്നു കാണില്ല അല്ലേ? അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ കടത്തിയിട്ടുള്ളവയിൽ അയ്യപ്പൻ്റെ സ്വർണവും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലേക്കാണ് സംശയങ്ങൾ ചെന്ന് നിൽക്കുന്നത്. കാരണം അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗ്രീൻ ചാനൽ വഴി ഇത് വിദേശത്തേക്ക് കടത്തിയോ എന്നുള്ളതാണ്. ഗ്രീൻ ചാനൽ വഴി കടത്തിയ എന്നുള്ളതിലേക്ക് അന്വേഷണം ചെന്ന് നിൽക്കുമ്പോഴാണ് UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, സ്വപ്ന സുരേഷും PS സരിത്തുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. അത് അധികം ആരും മറന്നു കാണാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ള വാർത്തകൾ വന്നപ്പോൾ അത് മൺമറഞ്ഞു പോയി, അല്ലെങ്കിൽ വിസ്മൃതിയിലായി പോയി എന്ന് മാത്രമാണ്. നമുക്ക് ഓർമ്മയുണ്ട് എത്രത്തോളം കോളിളക്കമാണ് സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയത് എന്നുള്ളത്. അവർ പല വെളിപ്പെടുത്തലുമൊക്കെ നടത്തി. പക്ഷെ അതിനെയും ഏത് ഭൂകമ്പം വന്നാലും പിടിച്ചു നിൽക്കും. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഭരണം വീണ്ടും കിട്ടുന്നു. ആ ഭരണം കിട്ടിയതിൻ്റെ കൂടി അഹങ്കാരത്തിലാണോ ഇത്തരത്തിലുള്ള നീക്കത്തിന് മുതിർന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെ ചങ്കിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ അതിശയോക്തി തോന്നുന്ന തരത്തിലുള്ളതാണ്. കാരണം ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളും പൂജാ വസ്തുക്കളും, അതായത് പൂജനീയമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഏതാണോ അതിൻ്റെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പൂജിക്കുന്ന സാധനങ്ങൾ, അത് ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ വിശ്വാസികൾക്കിടയിലൊക്കെ വലിയ മതിപ്പുണ്ട്. അതിന് ലഭിക്കുന്ന ഇപ്പോൾ 1 കോടി രൂപ, അതാണ് നമ്മൾ പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് മൂല്യം വരുന്നത് അത് ശബരിമലയിലേതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൻ സംഘം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഇതിനകം തന്നെ വന്നു. അപ്പോൾ ഈ പറയുന്ന സംഘത്തിന് ഈ നയതന്ത്ര ചാനലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വലിയ വീഴ്ചകളൊക്കെ ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിലെ പല ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഈ നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകളൊക്കെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് ഇവര് കോൺസുലേറ്റിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുകയും പാഴ്സലുകളൊക്കെ അയക്കാനായിട്ട് സഹായിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തരത്തിൽ കൂടി അന്വേഷണ സംഘം കേസിലേക്ക് അന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന അനുമതിക്കൊന്നും സീലോ അല്ലെങ്കിൽ എഴുത്തുകുത്തുകളോ ഒപ്പോ ഒന്നുമില്ല. ഒരു മുനിയിലും ഇല്ലാത്ത ഒരു അനുമതിയാണ്. നിങ്ങൾ നിങ്ങളുടെ തോന്നിയപടി ചെയ്തോളൂ, ഇതെല്ലാം നമുക്ക് സ്വസ്ഥമായി കൃത്യമായി എത്തേണ്ടടുത്ത് എത്തണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു ധാരണ, ഇവർ തമ്മിലുള്ള ധാരണ എന്ന് പറയുന്നത്. സാധാരണ ഈ നയതന്ത്ര ബാഗേജുകൾ അയക്കാനായിട്ട് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ കൃത്യമായിട്ടുള്ള ഒരു അനുമതി പത്രമൊക്കെ ആവശ്യമുണ്ട്. എന്നാൽ ഇതിലൊന്നും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അനുമതിയുടെയും ആവശ്യമില്ല. അതാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സീലോ ഒപ്പോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗനാനുവാദം അല്ലെങ്കിൽ മൗന ആശീർവാദം എന്ന് പറയുന്നതിലൂടെ ഈ ഗ്രീൻ ചാനൽ വഴി ഇതെല്ലാം കടത്തിവിട്ടതായിട്ടാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ വിദേശത്തേക്ക് അയച്ചിട്ടുള്ള പാർസലുകളുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് അത് കോൺസുലേറ്റിലോ വിമാനത്താവള അധികൃതരുടെ പക്കലോ ഒക്കെ ഉണ്ടാകേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതൊന്നും ഇപ്പോഴില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം വളരെ കൃത്യമായിട്ടാണ് ഇവർ ഈ കടത്തലുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരെയും പ്രോട്ടോകോൾ ഓഫീസിൽ അക്കാലത്തുണ്ടായിരുന്നിട്ടുള്ള ജീവനക്കാരെയും ഒക്കെ ഉദ്യോഗസ്ഥരെയും ഒക്കെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നിലവിൽ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണമാണ് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സ്വർണമോ പുരാവസ്തുക്കളോ കടത്തിയതിന് പകരമായിട്ട്
കള്ളപ്പണം ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് EDയുടെ പക്കലേക്ക് എത്തും. ED ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതകളിലേക്കുമൊക്കെ പോവുകയും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ദശാവതാരം കൊത്തിയിട്ടുള്ളതും രാശി ചിഹ്നങ്ങൾ ഒക്കെയും അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ആ പാളികൾ ഉൾപ്പെടെ താഴികക്കുടം പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രഭാവലയം പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള അതിപ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ കേരള രക്ഷകനായിട്ടുള്ള അയ്യപ്പൻ്റെ ആ ഒരു കാനന ക്ഷേത്രത്തിലെ സകല വസ്തുക്കളും എന്ന് പറയുന്ന രീതിയിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ള നടത്തിപ്പെട്ടിരിക്കുന്നു. മോഷണം എന്നുള്ള വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കുന്നത് പോലും ശരിയല്ല എന്നാണ് തോന്നുന്നത്. വലിയ രീതിയിലുള്ള കൊള്ള നടത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഇവിടെ നിന്ന്, അതായത് തിരുവനന്തപുരം UAE കോൺസുലേറ്റ് വഴിയുള്ള നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലേക്ക് കൂടി ഈ ഒരു കാര്യം, ഈ അന്വേഷണം ചെന്ന് നിൽക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസ് എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി, അതിൻ്റെ മാനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. എത്രത്തോളം ഗൂഢമായ ഒരു പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്നത് എന്നുകൂടി ആലോചിച്ച് നോക്കണം. ഈ LDFും UDFും പരസ്പരം ഇവിടെ ഇരുന്ന് പരസ്പരം പഴിചാരുന്നതല്ലാതെ, നോക്കൂ, ഇപ്പോൾ തന്നെ പലപ്പോഴായിട്ട് സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ വിഗ്രഹ വിൽപ്പനശാല പലപ്പോഴായിട്ട് പല കാലഘട്ടങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് വാർത്തകളിൽ ആകമാനം. അത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ മാപ്രകളൊന്നും കൊടുക്കില്ല. കാരണം അത് അവരുടെ താല്പര്യത്തിന് പറ്റുന്നതല്ലാത്തത് കൊണ്ടാണ് അവരത് കൊടുക്കാത്തത്. പക്ഷെ ദേശീയ മാധ്യമങ്ങളിലായാലും ഇന്റർനാഷണൽ മാധ്യമങ്ങളിലായാലും ഒക്കെ ഇത് പല തവണയായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു വിഗ്രഹ വിൽപ്പനശാലയാണ് ഈ രണ്ടും. അപ്പോൾ ഈ രണ്ട് വിൽപ്പനശാലകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം UAE കോൺസുലേറ്റ് വഴി, നയതന്ത്ര ചാനൽ വഴി അയ്യപ്പൻ്റെ പക്കൽ നിന്ന് കൊള്ള നടത്തിയിട്ടുള്ള മുതൽ കടത്തുന്നു. ഇത് ഈ പറയുന്ന അലക്സാൻഡ്രിയ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ വിൽപ്പനശാലയിൽ കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. അതുമാത്രമല്ല, ഇതൊരു പുതിയ വഴിത്തിരിവ് കൂടിയാണ് ഈ കേസിലേക്ക് വരുമ്പോൾ. അപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള, ഇനി ശബരിമല മാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പല പ്രശസ്തമായ ക്ഷേത്രങ്ങളിലെയും ഒക്കെ മുതലുകൾ ഇത്തരത്തിൽ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലേക്ക് പോലും അന്വേഷണം പോകണം. നമുക്കറിയാം, ഈ ഒരു ശബരിമല കൊള്ള കേസ് വന്നതിന് ശേഷം പല ക്ഷേത്രങ്ങളിലെയും പല കാര്യങ്ങളുമൊക്കെ ഇല്ലാതെയായിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം എന്ന് പറഞ്ഞതുപോലെ മാത്രമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യ ഒന്നടങ്കം കൊള്ള ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു വലിയ സംഘം, അത് ഈ LDFിൻ്റെയും UDFിൻ്റെയും രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒത്താശ ചെയ്തുകൊണ്ട് നടത്തി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു പാർട്ടിയല്ല, ഒരു മുന്നണിയല്ല, രണ്ട് മുന്നണികളുടെ ധാരണ പ്രകാരം നടത്തിയിട്ടുള്ള കേസായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മാറുന്നു. അപ്പോൾ ഇത് നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം ആരംഭിച്ചു എന്നുകൂടി ഉള്ള വാർത്തകളാണ് വന്നത്. അപ്പോൾ എത്രത്തോളം ഇന്നലെ പറയുന്നുണ്ട്, കേന്ദ്ര ഏജൻസി IB പറയുന്നുണ്ട് SITയുടെ അന്വേഷണം പോരാ, അത് CBI തന്നെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് IBക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മുൻപ് നടന്നിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിയതിനെ കുറിച്ചുമായിരുന്നു. എന്നാൽ ഇതേ ചാനലിലൂടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല വിവരങ്ങൾ. അത് വളരെ ദുരൂഹമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കടത്തിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല? അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും ഇപ്പം മിണ്ടുന്നില്ലല്ലോ. മാധ്യമങ്ങളുടെ അണ്ണാക്കിലെന്താ ആപ്പടി ചേരിയോ? ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ രണ്ട് മുന്നണികൾക്കും ഇതിലൊരു പക്ഷെ പങ്കുണ്ടെന്നുള്ളത് കൊണ്ടാണോ നമ്മുടെ
കേരളത്തിലെ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കാത്തത് എന്നുള്ളതാണ്. ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള മോഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ വിദേശത്ത് കടത്തുന്ന മാഫിയ നമ്മുടെ കേരളത്തിലും വളരെ സജീവമാണ് എന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ ലഭിച്ചതാണ്. അപ്പോൾ മുൻപ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷ്, PS സരിത്ത് എന്നിവർക്ക് പുറമെ മറ്റ് ഉദ്യോഗസ്ഥരിലേക്കും സത്യത്തിൽ ഇതിൻ്റെ ഒരു അന്വേഷണം പോകേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ പല മാധ്യമങ്ങളൊക്കെ ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ സ്വർണ്ണപ്പാളി കേസിൽ CBI അന്വേഷണം വേണമോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. VD സതീശൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം. എന്നാൽ കേരള ജനത്തിന്, വിശ്വാസികൾക്ക് ഒന്നടങ്കം പറയാനുള്ള ഒറ്റ കാര്യമല്ല, ഒക്കത്തിനെ പിടിച്ച് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യണം. എല്ലാ സത്യവും പുറത്തു വരണം. നിങ്ങൾക്കൊക്കെ കയറി നിരങ്ങി അതിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാനും പണമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളതല്ല വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രങ്ങൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കണം. ഇത് പറയാനും ഇത്തരത്തിലുള്ള കൊള്ള ചെയ്യുന്നവരെ തുടച്ചു നീക്കാനുമുള്ള ഒരു അവസരം നമുക്ക് മുൻപിലേക്ക് വരുന്നുണ്ട്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ജയിക്കുമോ എന്നുള്ളൊരു സാധ്യത, ഒരു ആശങ്ക വെച്ചുകൊണ്ട് വീണ്ടും ഇടത് വലത് മുന്നണികളെ നമ്മൾ മാറി മാറി ജയിപ്പിക്കുകയാണെങ്കിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരെയും ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും ഈ വർഗം എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു കൊള്ള ഈ രണ്ട് മുന്നണികളും ചേർന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും സഹായവും ഒക്കെ ആവശ്യമാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.